നടന്മാരുടെ സൗണ്ട് കാണട്ടോ അതിന്റെ. ഇപ്പൊ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ പ്രേംനസി. ആയിക്കോട്ടെ, ഓക്കെ. അത് ഈ കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എവിടെ? കുറിച്ചി. കുറിച്ചി എന്റെ നാടാ. കുറിച്ചി വിട്ട് കളിക്കണ്ട. അത് ശരി. സത്യം പറഞ്ഞാലേ ഈ കണ്ണൂരൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടിമരിക്കും കുറിച്ചി എന്നൊക്കെ പറഞ്ഞാൽ. അതെന്താ? അത് ഭയങ്കര സംഭവം സാറേ. അപ്പൊ അവിടെ ഈ കളപ്പുരിക്കൽ എന്നൊരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. ആ വീട്ടിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറെ സിനിമാ നടന്മാർ വരുന്നതാണ് സംഭവം. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ മധുസാറില്ലേ, മധുസാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാ സിനിമാക്കാരും തന്നെ. അപ്പൊ അവിടെയുള്ള ഓരോ ആൾക്കാരെ പറ്റി സംസാരിക്കുന്നതാണ് സംഭവം. അപ്പൊ മധുസാർ വരികയാണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. കളപ്പുരിക്കിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടാതിരിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് എന്റെ കൂടെ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ നസീറാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. നസീറെ, ഒന്ന് കയറി വന്ന് ഇവർക്കൊരു സ്വാഗതം പറയണോ? എന്റെ ബഹുമാനപ്പെട്ട കളപ്പുരക്കിൽ ആൾക്കാർക്ക് വളരെ സന്തോഷം. ജോർജിയും ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അന്ന് ഷീലയോടൊപ്പം അഭിനയിക്കുന്ന സമയത്ത് ഷീലയെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ജോർജി എന്നോട് ചോദിച്ചു. ജോർജി ഒന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ വിളിച്ചു കൂപ്പിക്കൊണ്ട് ഷീല ഓടുന്നതാ കണ്ടത്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി ആരാടോ വെളിയിൽ നിൽക്കുന്നേ? മറ്റാളാണല്ലേ, മാമുക്കോയ. അയാള് പാടോ. ഇവിടെ വന്ന് ഇങ്ങനൊരു പരിപാടി കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആശംസകൾ നമ്മൾ പറ്റുന്നു. ഇനി ഒരുത്തൻ അവിടെ നിപ്പോണ്ട്, ലാലു ലക്സ്. അയാളെ ഒന്ന് വിളിക്ക്. ഞാനിവിടെ നിൽക്കുക, വളരെ പേഴ്സണലായിട്ട് പറയുക. കുറിച്ചി വന്നപ്പോഴാണ് ഈ സൗണ്ട് കേട്ടാൻ ഞാൻ ഇങ്ങോട്ട് കയറി. എല്ലാവർക്കും എൻ്റെ ആശംസകൾ.